ഹലോ, വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാം. നമ്മുടെ സ്വന്തം കോഴിക്കോടുള്ള SM സ്ട്രീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഉത്രാടദിന കാഴ്ചകളാണ്. നല്ല രീതിയിൽ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കണം. കാരണം തിക്കും തിരക്കാണ് കേട്ടോ. നോക്കിക്കേ, കുഞ്ഞു കൊച്ചുങ്ങളോണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേർത്ത് കുളിക്കും കേട്ടോ. പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ആൾക്കാരൊക്കെ കാണുമ്പോൾ നമുക്കൊരു രസമാണ്. കാരണം ഉത്രാടത്തിന് വരെ നല്ല രീതിയിൽ തിക്കും തിരക്കുമാണ്. കാരണം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ട് ആർക്കും അങ്ങോട്ട് മതിയായിട്ടില്ല. ഡ്രസ്സുകളൊക്കെ ഇഷ്ടം പോലെ നല്ല വിലക്കുറവിൽ തന്നെ കിട്ടുന്നു. ഡ്രസ്സുകൾ മാത്രമല്ല, ചെരുപ്പുകൾ, എല്ലാ ഐറ്റംസും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത്. നമുക്ക് നോക്കി സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പൊന്നൂസാണെങ്കിൽ ഒരു ബഹളവും ഇല്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരുടെയും മുടിയിലും പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെയും തല ഒഴിവാക്കണില്ല. മുടി, കമ്മൽ എല്ലാവരുടെയും പിടിച്ച് വലിക്കുന്നുണ്ട്. നല്ല സുഖമായിട്ട് അവൾ കളിക്കുകയാണ് കേട്ടോ. ഒരു ബഹളവും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് പൊന്നൂസിനെയും കൊണ്ട് പർച്ചേസിനൊക്കെ പോണത് കേട്ടോ. ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഇപ്പം പൊന്നൂസിന് 9 മാസമായി. ഇതുവരെ ഞാൻ പൊന്നൂസിനെയും കൊണ്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഹോസ്പിറ്റല് അല്ലാതെ വേറൊന്നും ഞാൻ എവിടെയും പോയിട്ടില്ല. പിന്നെ ചോറൂണിനാണ് ഞാൻ മണ്ണാറശാല അമ്പലത്തിൽ പോണത്. അന്നും പേടിച്ചാണ് പോയത്. പക്ഷെ എന്നാലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആദ്യമായിട്ടാണ് നമ്മൾ പൊന്നൂസിനെയും കൊണ്ട് പർച്ചേസിന് കോഴിക്കോട് SM സ്ട്രീറ്റ് മുഴുവനും മാനാഞ്ചിറ സ്ക്വയർ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മാനാഞ്ചിറ സ്ക്വയറാണ് കേട്ടോ. അവിടെ നല്ല പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓണം അല്ലേ, അപ്പോൾ ഉത്രാടദിനത്തിൻ്റെ അടിപൊളി പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഫുള്ള് കയറി കറങ്ങിയൊക്കെ പോകുന്ന കേട്ടോ. കാരണം നമുക്ക് നേരില്ല. നമ്മൾ SM സ്ട്രീറ്റൊക്കെ പോയി കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. എന്നാൽ നമ്മൾ ഓൾറെഡി ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും അവിടെ കയറി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും വാങ്ങാതെ ഇങ്ങോട്ട് പോരാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ കറങ്ങി പൊന്നൂസിനെയും കൊണ്ട് കറങ്ങി നമ്മൾ ഈ ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തു മാനങ്കര സ്ക്വയറിലൊക്കെ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഒരു 9:30 ടൈം ആയിട്ടുണ്ട്. അപ്പോഴത്തേനും പൊന്നൂസിന് വിശക്കാനൊക്കെ തുടങ്ങി. അപ്പോഴത്തേനും നമ്മൾ നേരെ വീട്ടിലേക്കൊക്കെ പോയിട്ട് നല്ല അടിപൊളി ഗാനമേള, നാടൻപാട്ടും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളാണ് നടക്കുന്നത്. പക്ഷെ നമ്മൾ മുഴുവനായിട്ട് കാണാനൊന്നും നിന്നില്ല. പൊന്നൂസ് ബഹളം ഉണ്ടാക്കും. വിശക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി വീഡിയോസും ഫോട്ടോസും ഒക്കെ ഒന്ന് ജസ്റ്റ് ആയിട്ടൊന്ന് എടുത്ത്. അപ്പോൾ ഉത്രാടദിനത്തിൽ നമ്മുടെ കോഴിക്കോട് SM സ്ട്രീറ്റിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേട്ടോ ഈ വീഡിയോ ഒന്ന് എടുത്തിട്ടുള്ളത്. നല്ല രസമാണ് കേട്ടോ. SM സ്ട്രീറ്റ് മാത്രമല്ല, നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറാണ് കേട്ടോ. ഇത് അടിപൊളി കാഴ്ചകളാണ്. നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ടയേർഡായി. SM സ്ട്രീറ്റ് മുഴുവന് നല്ല തിക്കും തിരക്കും ആയതുകൊണ്ട് വേർത്ത് എൻ്റെ കോലം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ മുടിയെല്ലാം കൂടെ പിടിച്ച് പൊന്തിച്ച് കെട്ടിവെച്ചു. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല, ഞാൻ വാവ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ ഞാൻ ബെഡ് റെസ്റ്റ് ആയിരുന്നു. അതിന് ശേഷം വാവ ഉണ്ടായിട്ട് പിന്നെ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. ഒരു 1.5 വർഷം ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യാനും പിന്നെ എന്താ പറയുക, ഒന്ന് ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാണ്. ഓൾറെഡി ഇറങ്ങലുണ്ട്, ഇല്ല എന്നല്ല. ഇങ്ങനെ ഒരു പർച്ചേസിനൊക്കെ ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു എന്താ പറയുക, ഒരു വ്യത്യാസമൊക്കെ ഉണ്ട്. അപ്പം ഭയങ്കര രീതിയിൽ ഞാൻ ടയർഡായിട്ടുണ്ട്. പൊന്നൂസാണെങ്കിൽ ഭയങ്കര സന്തോഷം, ഒരു ബഹളവും ഇല്ല കേട്ടോ. എന്നെക്കാട്ടും നല്ല എന്താ പറയുക, പക്വതയായിട്ടും ഡിസിപ്ലിനായിട്ടും പൊന്നൂസ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മടുത്ത് തളർന്ന ഒടിഞ്ഞു കുത്തിയിട്ടോ. പൊന്നൂസിനൊരു മടുപ്പില്ല. കാരണം പൊന്നൂസിനെ നമ്മൾ എടുത്തോണ്ടാണല്ലോ നടക്കുന്നത്. പൊന്നൂസ് നടക്കണില്ലല്ലോ. നമ്മൾ നടന്ന് മടുക്ക് വേർത്ത് കുളിച്ച് നടക്കുകയാണല്ലോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ SM സ്ട്രീറ്റിലെ കാഴ്ചകളും നമ്മുടെ മാനാഞ്ചിറ സ്ക്വയറിലെ കാഴ്ചകളും കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്, നിങ്ങളും വന്ന് കാണുക. അപ്പോൾ അടിപൊളിയാണ്. തിരുവോണത്തിനായാലും നമ്മുടെ ടൗണിലേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. അടിപൊളി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു പറഞ്ഞു നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ.